PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ്. 118 ദിവസം വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് 119, 120, 121 ഈ 3 ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ദിവസം നമ്മൾ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യാസ് ഇൻഡിപെൻഡന്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, കറണ്ട് അഫയേഴ്സ് 2022 ഓഗസ്റ്റ്, പിന്നെ സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, കമ്പ്യൂട്ടർ സയൻസിൽ IT ആൻഡ് അതർ ലോസ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ 3 ദിവസമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം നമ്മൾ SCRT കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 2022 കറണ്ട് അഫയേഴ്സ് മുഴുവനായിട്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് 2022 കറണ്ട് അഫയേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി സ്പെഷ്യലായിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരുന്നതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കമ്പ്യൂട്ടർ സയൻസിലെ IT ആൻഡ് അതർ ലോസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ സൈബർ ലോസ് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. IT-ൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. +1 ടെക്സ്റ്റ് ബുക്ക് വെച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അത് കണ്ടു പഠിക്കുക. പിന്നെ ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബ്സ് നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ഇനി വീണ്ടും വീഡിയോ ചെയ്യാത്തത്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ടല്ലോ, റിവിഷനും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ, എക്സാം അടുക്കാറായി. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിച്ചിട്ടുണ്ട്. 130 ദിവസത്തെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നു. അവസാന ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലാസ് പഠിച്ച് തീർക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ദിവസം റിവൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തെ വീഡിയോസൊക്കെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം സ്പീഡിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി സമയം കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് മാക്സിമം പഠിക്കുക കേട്ടോ. പിന്നെ നമുക്ക് നാളെ എക്സാമാണ്. ഡേ 122 എന്ന് പറയുന്നത് എക്സാം ഡേ ആണ്. അപ്പോൾ നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സീരിയസ്നെസ്സോട് കൂടെ തന്നെ അറ്റൻഡ് ചെയ്യുക. കുറച്ചുകൂടെ ഇപ്പോൾ പരീക്ഷ ഇങ്ങ് എത്തി, എന്നിട്ടും ആർക്കും ഒരു സീരിയസ്നെസ് ഒന്നും കാണുന്നില്ല. കുറച്ച് പേരൊക്കെ പോയി എന്ന് തോന്നുന്നു അല്ലേ, പഠിത്തമൊക്കെ നിർത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയവരോട് നമ്മൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തുടക്കം മുതൽ കൂടെ നിന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. കാരണം നമ്മൾ അത്രത്തോളം എഫേർട്ട് എടുത്ത് അല്ലേ ക്ലാസ്സുകൾ SCRT നമ്മൾ ഒരു പോയിന്റ് പോലും വിടാതെ ഓരോ വരി വെച്ച് നമ്മൾ വായിച്ചിട്ടൊക്കെയാണ് ക്ലാസ് എടുത്ത് തരുന്നത്. കാരണം നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരുന്നത് SCRT-യിലൊക്കെ അതുപോലെ ഓരോ വരിയും അതുപോലെ എടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അത് ആ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പക്ഷെ നമ്മൾ ചുരുക്കി പറഞ്ഞ് അങ്ങോട്ട് ജസ്റ്റ് ഓടിച്ചോടിച്ച് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവില്ല. ചിലരൊക്കെ വീഡിയോ ലെങ്ത്ത് കൂടുതലാണ്, ലെങ്ത്ത് കുറച്ചെടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് വായിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പഠിക്കുന്ന കാര്യം വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ചെങ്കിലാണ് നമുക്കത് എക്സാമിന് നമുക്കതിന് എന്തെങ്കിലും കൊണ്ട് പ്രയോജനം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നത് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും ആ ഒരു രീതിയിൽ പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലൊരു കാര്യം. അപ്പോൾ ആ രീതിക്ക് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് സമയം എടുക്കും. കാരണം സമയം എടുക്കാതെ നമ്മൾ ഒരു എഫേർട്ട് വിടാതെ ചുമ്മാ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. സ്മാർട്ട് വർക്ക് വേണം, ഹാർഡ് വർക്കും വേണം. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴത്തേനും നമ്മൾ പാതി ചെയ്യുമ്പോൾ പാതി ദൈവം തന്നോളും എന്നുള്ള രീതിയിൽ വിശ്വസിക്കുക. നന്നായിട്ട് പഠിക്കുക. എന്തായാലും അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാളെ നമ്മുടെ എക്സാം ഉണ്ടായിരിക്കും, അത് അറ്റൻഡ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് പറയാം. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്തായാലും ജോയിൻ ചെയ്യാം കേട്ടോ. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡേയ്സ് പഠിക്കാനുള്ള 130 ദിവസത്തെ ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പഠിച്ച ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സാധ്യതാ ചോദ്യങ്ങൾ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്ലാസ് തീരുന്നതിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്പീഡാക്കുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചോ, പോർഷൻസ് പഠിച്ചു തീർന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൊന്ന് എനിക്ക് മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്